തൃശ്ശൂരേക്ക് വന്നപ്പോൾ തൃശ്ശൂരിൽ ഇറങ്ങുമ്പോൾ ഇത്തിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ മഴക്കുട്ടി തന്നെയാണ് ഇരിക്കുന്നത്. വെയിലിന് അത്ര എൻട്രി കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലായി. സംഗതി വീടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ മാത്രമേ മഴ ആസ്വദിക്കാനും പറ്റുള്ളൂ. എനിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒക്കെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മുപ്പത്തി കുറേ പേര് ചോദിക്കാറുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ നമ്മുടെ കോളേജുകളുടെയും സ്കൂളുകളുടെയൊക്കെ അടുത്ത് കുഞ്ഞു കുഞ്ഞു കടകളിൽ കമ്മലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കുഞ്ഞു മുട്ടുകൾ അങ്ങനെയൊക്കെ വാങ്ങാൻ കിട്ടില്ലേ. അപ്പം അങ്ങനെ വാങ്ങുന്നതിൽ നമുക്ക് പല കളേഴ്സ് കിട്ടും. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ളതാണ് ഇത്. പിന്നെ മാല ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു താമര ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മോഡലിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ തന്നെ ചെയ്ത് ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നുമല്ലോ. അങ്ങനെ ഒരു കൊച്ചു സന്തോഷമാണ് അത്. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം സമയവും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കണം മാത്രം. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് ഇപ്പോൾ ഒരു 3 മിനിറ്റ് വരെ ഇപ്പോൾ തന്നിട്ടുണ്ട്. നമ്മൾ 3 മിനിറ്റ് വരെ സംസാരിച്ചില്ലെങ്കിൽ അത് അത്രയില്ല. അപ്പോൾ എനിക്കൊരു ടൈം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്ത് വയ്ക്കും. പിന്നെ എൻ്റെ കൗൺസിലിങ്ങിന് ബാക്കിയുള്ള ടൈമിലേക്ക് പോകും. പിന്നെ പഠിക്കാനുള്ളത് തീസിസിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഇങ്ങനെ ഓരോ സമയത്ത് വയ്ക്കുമ്പോൾ ആ സമയത്ത് പോയിട്ട് ചെയ്യാം. പക്ഷേ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും ഷെഡ്യൂൾ ചെയ്ത് ടൈം വെച്ചേക്കാൻ, ഒരിക്കലുമല്ല. കാരണം എനിക്ക് ഭയങ്കര ഷെഡ്യൂൾ ചെയ്ത് കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആകെ എക്സാം സമയത്ത് എങ്ങടെയൊക്കെ പോകുമ്പോൾ മാത്രമാണ് അങ്ങനെയൊക്കെ പറ്റുമെന്നുള്ളൊരു കാരണം. അല്ലാണ്ട് ഞാൻ എൻ്റെ ഒരു ഡേ ടു ഡേ ഇതിൽ അങ്ങനെയല്ല. ഈ ബെൽറ്റ് ഉണ്ടല്ലോ വന്നിട്ട് കാതിൽ വന്നിട്ട് ഇതാക്കുമ്പോൾ ഈ ഭയങ്കര അസ്വസ്ഥയാണ്. നിങ്ങൾക്ക് തോന്നാറുണ്ട്? ഇതിങ്ങനെ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിങ്ങനെ പിടിച്ച് സംസാരിക്കുന്നത് വേറെ ഒന്നല്ല, എനിക്കിങ്ങനെ കംഫർട്ട് ആവില്ല. അല്ലെങ്കിൽ ഇത് വന്ന് കഴുത്തിൽ വന്നിട്ട് പിടിക്കുന്ന മാതിരി എത്ര ലൂസാക്കിയാലും അത് ശരിയാവില്ല. പിന്നെ ഈ മഴ പെയ്ത് കുറച്ച് നേരം വെയിൽ വരിക, അപ്പോൾ ഈ മഴവെള്ളമൊക്കെ ഒന്ന് മാറാനുള്ളൊരു സമയം കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറയണ മാതിരി എല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ കാര്യമില്ല. എന്നിരുന്നാലും അപ്പോൾ ഗുഡ് മോർണിംഗ്. വേറെ എന്താ ഞാൻ പറയാൻ വിചാരിച്ചിട്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. നിങ്ങൾക്ക് ഒരു ഭക്ഷണം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഭക്ഷണം ഏതാണോ ഇഷ്ടമുള്ളത് അത് വേണം കേട്ടോ. ആ ഭക്ഷണം നിങ്ങളുടെ മുമ്പിലേക്ക് കുറേ പ്രാവശ്യം വരും. അങ്ങനെ എത്ര പ്രാവശ്യം വന്നാലും അതിലൊന്നും വീഴാണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ സ്ട്രോങ്. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഒരു മിനിറ്റ് കേട്ടോ, എറണാകുളം ഇവിടെ വരെ എത്തി. ഇതാണ് അവസ്ഥ. ഓക്കെ, ഇനി ബാക്കിയുള്ളത് പിന്നത്തെ വീഡിയോയിൽ പറയാം.